നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം ഇരിങ്ങാലക്കുട അവറുകൾ രചിച്ച വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 1 നാരദ മഹർഷി വിവർത്തനം ചെയ്യുന്ന ശ്രീ വിഷ്ണുവായ പുണ്യപുരാണത്തിൻ്റെ 1-ാം ഭാഗമാണ് ഞാനിവിടെ നിന്ന് പാരായണം ചെയ്യുന്നത്. നാരദ ശ്രേഷ്ഠരും വിഷ്ണു ഭഗവാനും തമ്മിലുള്ള സംഭാഷണ ശകലമാണ് ഇന്നിവിടെ തുടക്കത്തിൽ വായിക്കുന്നത്. നാരായണ നാരായണ നാരായണ. നാരായണ നാമം ഉരുവിട്ടുകൊണ്ടുള്ള നാരദ മഹർഷിയുടെ വരവ് കണ്ട് ലക്ഷ്മി സമേതനായ അനന്ത സൈനേശ്വരൻ ചോദിച്ചു, സർവലോക സഞ്ചാരിയായ ലോക കല്യാണകാരക, എന്താണ് ഇത്രയും താമസിച്ചത്? 14 ലോകങ്ങളും ചുറ്റിക്കറങ്ങി തിരിച്ചെത്തിയോ? എന്താണാവോ ഇപ്പോഴത്തെ വരവിന്റെ ഉദ്ദേശം? ഭഗവാന്റെ ചോദ്യത്തിന് നാരദർ മറുപടി പറഞ്ഞു, നാരായണ നാരായണ നാരായണ. പ്രഭു, അവിടുന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അടിയന് അവിടുത്തെ ദർശിക്കാൻ വരാൻ കഴിഞ്ഞില്ല. പലപ്പോഴായി അവിടുന്ന് ശ്രീ മഹാവിഷ്ണുമായയുടെ ചരിത്രം വിവരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിനുള്ള സമയം ആഗതമാകാഞ്ഞിട്ടോ അങ്ങ് അതിന് തുനിയാഞ്ഞിട്ടോ അവിടുത്തെ ഇംഗിതമില്ലാതെ എനിക്ക് അങ്ങയെ ദർശിക്കാൻ എങ്ങനെ കഴിയും? പ്രഭു, അങ്ങയുടെ ദശാവതാരങ്ങളും ഞാനിപ്പോൾ ദർശിച്ചു കഴിഞ്ഞു. അങ്ങേക്ക് അറിയാത്തതായി എന്താണ് ഉള്ളത് ഈ പ്രപഞ്ചത്തിൽ? പിന്നെ എന്തിന് എന്നോട് തന്നെ ആ മഹാപ്രഭുവിന്റെ കഥ പറയുവാൻ അങ്ങ് ആവശ്യപ്പെടുന്നത്? പ്രഭു, അങ്ങയുടെ തന്നെ അംശാവതാരമായ വിഷ്ണുവായുടെ കഥ അവിടത്തേക്ക് നല്ല വശമുള്ളതല്ലേ? ആണെങ്കിലും ശ്രീ നാരദരെ, ആ പുണ്യകഥ മഹിമയോടെ വിവരിക്കാൻ അവിടത്തേക്ക് അറിയാം. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണഭൂതനായ ജഗത് ജനനിയുടെയും മായയുടെയും ദേവാദിദേവനായ പരമേശ്വരന്റെയും നമ്മുടെയും അംശങ്ങൾ കൂടി ചേർന്ന് ഉത്ഭവിച്ച ആ മായാസ്വരൂപ പിറവിയെ വിവരിച്ചു കേൾക്കുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് നാരദരെ. അപ്പോൾ നാരദർ പറഞ്ഞു, എന്നാൽ കേട്ടുകൊള്ളുക. ആ ജഗത് ജനനിയുടെയും അംശാവതാരമാകുന്ന കോടാനും കൂടി സൂര്യസമപ്രഭനായ മഹാമായയുടെ മായാസ്വരൂപന്റെ ലീലാവിലാസങ്ങൾ. നാരായണ നാരായണ നാരായണ. ഹേ പ്രഭു, ആ മായാമായനെ കുറിച്ച് അനേകം അവദാന കഥകൾ തന്നെ നിലനിൽക്കുന്നു. വേദഭൂമിയിൽ അങ്ങോളം ഇങ്ങോളം മണ്ണാന്മാർ പാടി നടക്കുന്ന കഥകൾ തന്നെ പല രീതികളിലും പല ഭാവങ്ങളിലും പല രൂപങ്ങളിലുമാണ്. അതിൽ തന്നെ കഥകൾക്ക് വ്യത്യാസമുണ്ട്. മാത്രമല്ല, അവിടുന്ന് മഹാവിഷ്ണുവായ അവതാരപ്പിറവിയെ നടത്തിയതല്ലേ? പിന്നെ മണ്ണാന്മാർ ചൊല്ലുന്ന പാട്ടുകളിൽ ആദ്യം കലശപ്പാട്ടും, രണ്ടാമതായി നീളാട്ടവും, മൂന്നാമത് ചൊല്ലുമൊഴിയും, നാലാമതായി ഏറ്റുപാട്ടുമാണ്. അല്ലയോ ഋഷിശ്രേഷ്ഠ, അവിടത്തേക്ക് ഈ ഒരു കാര്യം അറിയില്ല എന്നുണ്ടോ? മായയെക്കുറിച്ച് ആര് എന്ത് കഥ പറഞ്ഞാലും എങ്ങനെയെല്ലാം കഥകൾ ഉണ്ടാക്കിയാലും അതെല്ലാം ആ മായാസ്വരൂപിനെ കുറിച്ച് അധികപ്പറ്റാകില്ല. കാരണം മായയാകുന്ന ഈ പ്രപഞ്ചത്തിന് തന്നെ കോടാനും കോടി കഥകളുണ്ട്. അതിനാൽ യാതൊരു മടിയും കൂടാതെ അങ്ങ് ആ ദിവ്യ സ്വരൂപിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാലും മഹർഷേ? ശരി, അങ്ങയുടെ ഇച്ഛ പോലെ പ്രഭു. 18 പുരാണങ്ങളായ ബ്രഹ്മമഹാപുരാണവും പത്മമഹാപുരാണവും വിഷ്ണു മഹാപുരാണവും വായുമഹാപുരാണം, ഭാഗവത മഹാപുരാണവും നാരദീയ മഹാപുരാണം, മാർക്കണ്ഡേയ മഹാപുരാണം, അഗ്നിമഹാപുരാണം, ഭവിഷ്യമഹാപുരാണം, ബ്രഹ്മവർത്ത മഹാപുരാണം, ലിംഗമഹാപുരാണം, വരാഹമഹാപുരാണം, സ്കന്ദമഹാപുരാണം, വാമന മഹാപുരാണം, കൂർമ്മ മഹാപുരാണം, മത്സ്യമഹാപുരാണം, ഗരുഡ മഹാപുരാണം,
ബ്രഹ്മാണ്ഡ മഹാപുരാണം കൂടാതെ ഉപപുരാണങ്ങളായ ശിവമഹാപുരാണവും ദേവി മഹാപുരാണം, വിശ്വകർമ്മ മഹാപുരാണം തുടങ്ങി മറ്റെല്ലാ പുരാണങ്ങളിലും ഒന്ന് തന്നെ പ്രതിപാദിക്കാതെ ത്രിഗുണാത്മകനായ ശ്രീ മഹാവിഷ്ണുവായുടെ ചരിത്രം എന്ന് വാമൊഴിയായി മണ്ണാന്മാർ കളമ്പാട്ടുകൾ നടത്തുമ്പോൾ പാടുന്നു എന്നു മാത്രം. അതിൽ പലതും പല രീതികളിലാണ്. എന്നാൽ മായോൽപത്തി മുതൽ മഹാവിഷ്ണുമായ നാമകരണം തുടർന്നുള്ള കഥകൾ എങ്ങനെയെന്ന് ആർക്കും തന്നെ വ്യക്തമായി അറിവില്ല ഭഗവാനെ. അതിനാലാണ് ഈ ശ്രീ വിഷ്ണുമായ പുണ്യപുരാണം അതിനുള്ള വഴി മാനവർക്കായി പ്രാപ്തമാക്കട്ടെ. അവിടുത്തെ അനുഗ്രഹത്താൽ എനിക്ക് മഹാവിഷ്ണുമായുടെ പുണ്യപുരാണം വിവർത്തനം വളരെ സുഗമമായി അരുളി ചെയ്യാൻ കഴിയട്ടെ. നാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ട് വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഋഷീശ്വര, അങ്ങയുടെ നാവിനൊരു തടസ്സവുമില്ലാതെ തന്നെ മഹാവിഷ്ണുമായുടെ പുണ്യപുരാണം വിവർത്തനം ചെയ്യാൻ കഴിയുമാറാകട്ടെ. നന്ദി, നമസ്കാരം.